ചില ദിവസങ്ങളിലൊക്കെ രാത്രി നമ്മൾ കിടന്ന് ഉറക്കം കണ്ണിലോട്ട് വരുമ്പം ദൈവമേ നേരം വെളുക്കണ്ടായിരുന്നു ഇങ്ങനെ കിടന്ന് കുറേ അങ്ങ് ഉറങ്ങായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷെ ഉറക്കം വരാത്ത ചില രാത്രികളൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കും ഓ നേരം വെളുത്താൽ മതിയായിരുന്നു ഇങ്ങനെ ഒരു രാത്രി എന്തോത്തിനാ എന്ന് വിചാരിക്കും അല്ലേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെയുള്ള അനുഭവത്തിലൊക്കെ കടന്നു പോകാത്ത മനുഷ്യർ ചുരുക്കമായിരിക്കും. എന്തായാലും ഒരു പകലും കൂടെ വിധിച്ചിട്ടുള്ളത് കൊണ്ട് രാവിലെ എഴുന്നേറ്റു, പത്രമൊക്കെ എടുത്തുകൊണ്ട് വെച്ചു. പിന്നെ കുറച്ച് കുഞ്ഞിച്ചെടികളൊക്കെ അവിടെ നിൽപ്പുണ്ടല്ലോ, അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു. അവർ ദാഹിച്ച് കുഴഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമമല്ലേ. അപ്പോൾ ഇന്നിവിടെ രാവിലെ നമ്മൾ പലഹാരം ഒന്നും ഉണ്ടാക്കുന്നില്ല, കപ്പ പുഴുങ്ങാൻ പോവാണേ. മോനുകുട്ടന് സ്കൂൾ അവധിയുള്ള ഒരു ദിവസമാണ്. കുറച്ച് നാൾ മുമ്പ് എടുത്തു വെച്ച വീഡിയോയാണ്. സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ട് ഞാൻ മോനുകുട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചില്ല, ഉറക്കമാണ്. ഞാൻ കപ്പയൊക്കെ വൃത്തിയാക്കി അടുപ്പയിലാക്കിയതിന് ശേഷമാണ് മോനുകുട്ടൻ എഴുന്നേറ്റ് വന്നത്. താമസിച്ച് എഴുന്നേറ്റോണ്ട് ഇച്ചിരി ക്ഷീണം കൂടുതലാണ്. ആ ക്ഷീണം തീർക്കാൻ അടുക്കളയിൽ വന്ന് ഇരിപ്പുണ്ട്. ഇനി അവിടെ കുറേ നേരം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് പതുക്കെ പോയി ബ്രഷ് ചെയ്തിട്ട് വരും. കപ്പ വേവുമ്പോഴത്തേക്ക് നമുക്കൊരു കാന്താരി ചമ്മന്തി അരയ്ക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ സന്ധ്യയ്ക്ക് മുറ്റത്തിറങ്ങിയപ്പോഴത്തേക്ക് 3-4 കാന്താരിയിലായിട്ട് കുറച്ച് കാന്താരി കുഞ്ഞുങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഒരുപാട് കാന്താരി തന്ന വലിയൊരു അമ്മക്കാന്താരി ഉണ്ടായിരുന്നു, അതങ്ങ് വാടിക്കരിഞ്ഞു പോയി. ഇപ്പോൾ പുതുതായിട്ട് കിളിർത്ത് വന്നവരാണ് ഇത്തവണ നമുക്ക് കാന്താരി തന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ 2-3 പച്ചമുളകും ചുവന്നുള്ളിയും പുളിയും ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ചമ്മന്തി അരയ്ക്കുന്നത്. ഇതുപോലെ കപ്പയും കാച്ചിലും ചേമ്പും ഒക്കെ പുഴുങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്ന ചമ്മന്തിയുടെ കൂടെ നിങ്ങൾ പിഴുപുളി അരയ്ക്കുമോ എന്നുള്ളതൊന്ന് കമൻ്റ് ഇടുക കേട്ടോ. പുളിയുള്ള ചമ്മന്തിയാണ് എൻ്റെ ഫേവറേറ്റ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് പറയണേ.